ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ ഗീതുവിനെ കുറിച്ച് ഓർത്ത് ആകെ ടെൻഷൻ അടിച്ച് ഗോവിന്ദ് കാറും എടുത്ത് അങ്ങ് പോവുകയാണ് ഷിബുവിൻ്റെ കൂടെ. ഈ സമയം അയ്യപ്പ നായർ, ഈശ്വര ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഗീതുമോളെ എങ്ങും വിടില്ലായിരുന്നു. ഇനി ഗീതു പാപ്പാ ഈ ലഞ്ച് ഗോവിന്ദ് മാമൻ ഒറ്റയ്ക്ക് എടുത്തിട്ട് വരട്ടെ എന്ന് കരുതി പോയതാണെങ്കിലോ. നീ ഒന്നും മിണ്ടാതിരിക്കുക കാഞ്ചനെ. നീ എന്തിനാ ഇങ്ങനെ നെഗറ്റീവായിട്ട് ഓരോന്ന് പറയുന്നേ? അങ്ങനെയൊന്നും ഗീതു പോകില്ല, എന്തോ പ്രശ്നമുണ്ട്. ഗോവിന്ദേട്ടൻ അങ്ങനെ പറഞ്ഞെങ്കിൽ ഗീതു വണ്ടിയെടുത്ത് ഒറ്റയ്ക്ക് പോയത് ഒട്ടും ശരിയായില്ല എന്നും രേഖ ഇത് കേട്ടത് അയ്യപ്പൻ നായർ. അതെ, അതറിഞ്ഞിരുന്നെങ്കിൽ ഞാനും ഗീതുവിനെ പറഞ്ഞു വിടാതെ ഇവിടെ പിടിച്ചു നിർത്തി തന്നെയായിരുന്നു. ഈശ്വര, എൻ്റെ വിഘ്നേശ്വര, എൻ്റെ ഗണപതി ഭഗവാനെ, ഗീതുവിന് ഒരാപത്ത് സംഭവിക്കരുതേ. ഇനിയിപ്പോൾ എല്ലാവരും കൂടെ ഈ ലഞ്ചിന് എന്താ ചെയ്യേണ്ടതെന്നൊരു തീരുമാനം പറ. ഈ ലഞ്ച് ഞാൻ എന്ത് ചെയ്യണം? അതെല്ലാം കൂടെ നീ നിൻ്റെ അണ്ണാക്കിലേക്ക് എടുത്ത് കുത്തിക്കയറ്റി തിന്ന് തീർക്ക് ശവം എന്നും പറഞ്ഞ അയ്യപ്പൻ നായർ വേണ്ടായിരുന്നു, വെറുതെ ചോദിച്ച് മേടിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ആ കാഞ്ചന ഇങ്ങനെ നിൽക്കുക. ഭഗവാനെ, ഗീതുവിന് ഒരാപത്ത് സംഭവിക്കരുതേ, ഗീതുവിനെ കാത്തോളണേ എന്നും പറഞ്ഞുകൊണ്ട് രേഖയും പ്രാർത്ഥിക്കുകയാണ്. ഈ സമയം ഗീതു കാറിൽ ഭയങ്കര സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഗീതുവിൻ്റെ പിന്നാലെ ഒരു ടാക്സി കാറും ഉണ്ട് ഗീതുവിനെ ഫോളോ ചെയ്ത്. ഗീതു അത് കണ്ണാടി വഴി നോക്കിക്കൊണ്ടേ പോവുകയാണ്. ഇതേ സമയം മറ്റൊരിടത്ത് ഗോവിന്ദനും, എൻ്റെ ഷിബു ഒന്ന് വേഗം വിട്, ഗീതു അധികം ദൂരമൊന്നും പോയിട്ടുണ്ടാവില്ല, പെട്ടെന്നാവട്ടെ എന്നും പറഞ്ഞുകൊണ്ട് പോവുക. അങ്ങനെ ഒരു കുറേ ദൂരം ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുക. ഇതേ സമയം മറ്റൊരിടത്ത് നമ്മുടെ ഗോവിന്ദ് ടെൻഷൻ അടിച്ച് ഗീതുവും ടെൻഷൻ അടിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഈ സമയം ഗീതുവിന് മനസ്സിലായി, അതെ എൻ്റെ പിന്നാലെ നടക്കുകയാണ് അവൻ, നടക്കട്ടെ, അതാരാണെങ്കിലും ഞാൻ കണ്ടുപിടിച്ചിരിക്കും, കണ്ടുപിടിച്ചേ മതിയാവും എന്നും പറഞ്ഞ് രണ്ടും കൽപ്പിച്ച് ഗീതു നേരെ ഒരു വീടിൻ്റെ ഉള്ളിലെത്തി. ആ വീട്ടിലെത്തിയതും ഗീതു ഇങ്ങനെ സോഫയിലിരുന്ന് ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നോക്കിയിട്ട് മൊബൈലിൽ നോക്കിയിട്ട്, അതെ എൻ്റെ പിന്നാലെ വന്നത് ഇതാണ്, ഈ ടാക്സിക്കാർ, ഇവിടം വരെ എൻ്റെ പിന്നാലെ ഇവൻ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ തിരിച്ചു പോകുമ്പോഴും എൻ്റെ പിന്നാലെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വിജയലക്ഷ്മി മാം, അതെ എന്താ മൊബൈലിൽ ഇത്ര സീരിയസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നേ? ഞാനൊരു കച്ചേരി കാണുമായിരുന്നു എന്നും ഗീതു. കച്ചേരി കേൾക്കുന്നല്ലേ സുഖം? ഓ, അതിന് ഇയാൾ മാത്രമേ ലോകത്ത് കച്ചേരി നടത്താറുള്ളൂ എന്ന് ചോദിക്കുകയാണ്. എന്താ പറഞ്ഞേ? ഇയാളെന്നോ? എനിക്കിപ്പോൾ എല്ലാം മനസ്സിലായി. നിൻ്റെ മനസ്സിലിപ്പോൾ എന്നോടുള്ള സ്നേഹം അത്രയേ ഉള്ളൂ അല്ലേ? അയ്യോ, ഞാനൊരു തമാശ പറഞ്ഞതാ. എൻ്റെ ഈ മനസ്സിലെ എല്ലാ സ്നേഹവും ഒരുമിച്ച് തന്നിട്ടല്ലേ ഞാൻ ഇയാളെന്ന് വിളിച്ചത് എന്നും. അതെനിക്ക് അറിയാടി പെണ്ണെ. എന്നാൽ പിന്നെ ചായ കുടിക്കേ എന്നും പറഞ്ഞ ഗീതുവിന് ചായ കൊടുക്കുക. അതെ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എന്താ? എൻ്റെ പിന്നാലെ ഒരു പൂവാലൻ ചുറ്റിക്കറങ്ങുന്നുണ്ട്. പൂവാലനോ? എന്നാലേ യഥാർത്ഥ സ്വഭാവം മനസ്സിലാവുമ്പോൾ അവൻ വന്ന വഴിയേ ഓടിക്കോളും. അത് കേട്ടതും ഞാൻ സീരിയസ് ആയിട്ടാണ് പറയുന്നത്. ആരാ? നിൻ്റെ ഗോവിന്ദനാണോ? കണ്ണേട്ടൻ? കണ്ണേട്ടനാണെങ്കിൽ ഞാൻ അങ്ങനെ കുറ്റമൊന്നും പറയില്ലല്ലോ. പിന്നെ ആരാ? അതൊന്നും അറിയില്ല. എൻ്റെ പിന്നാലെ വന്നു. ഇപ്പം തന്നെ ഈ വീടിൻ്റെ മുമ്പ് വരെ വന്നായിരുന്നു. ഇനി പോയോന്നറിയില്ല. ആണോ? എന്നാൽ അവനെ ഞാനിന്ന് ശരിയാക്കും. മോളൊരു കാര്യം ചെയ്, ആ നമ്പർ എനിക്കിതാ, അവൻ ആരാണെന്ന് ഞാൻ കണ്ടുപിടിക്കാം. അതിനെനിക്ക് ഓഫീസിൽ പോയിട്ട് തിരക്കുണ്ട്. അതിന് നീ ഓഫീസിലേക്ക് പോയിക്കോ, നമ്പർ തന്നിട്ട് പോയിക്കോ എന്നും വിജയലക്ഷ്മി പറയുക. അത് കേട്ടതും ഗീതു ആ നമ്പർ അയച്ചു കൊടുക്കുക. ഞാൻ നമ്പർ അയച്ചിട്ടുണ്ടെന്ന് ഞാൻ ചെല്ലട്ടെ. അയ്യോ മോളെ, ചായ കുടിച്ചില്ല? വേണ്ടെന്നേ, എനിക്ക് സമയമില്ല, കണ്ണേട്ടൻ എന്നെ അന്വേഷിക്കും എന്നും പറഞ്ഞ് ഗീതു വെളിയിലേക്ക് ഇറങ്ങുക. എന്നിട്ട് ആലോചിക്കുകയാണ്, ഇനി എനിക്കോ എൻ്റെ വണ്ടിക്കോ എൻ്റെ മൊബൈലിനോ എന്തെങ്കിലും സംഭവിച്ചാൽ വിജയലക്ഷ്മി മാം ആരെയും വെറുതെ വിടില്ല. എന്തായാലും കൊലയാളി പിടിക്കപ്പെടുക തന്നെ ചെയ്യും എന്നും പറഞ്ഞ് ഗീതു അവിടെ നിന്ന് പോവുകയാണ്. ഈ സമയം വിജയലക്ഷ്മി ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഗോവിന്ദ് ഓഫീസിലെത്തി. ഭയങ്കര സ്പീഡിൽ ഓഫീസിലെത്തിയിട്ട് അവർണികയോട് ചോദിക്കുക, ഗീതു വന്നോ? ഇല്ല സർ. അല്ല, ഗീതാഞ്ജലി മാഡം സാറിനോടൊപ്പമല്ലേ വരാറ് എന്ന് കിഷോറും. അത് കേട്ടത് അവർണിക, അല്ല സാറാണ് ആദ്യം വരുന്നത്, ഗീതാഞ്ജലി പിന്നാലെ വരത്തുള്ളൂ. സാർ എന്തായാലും വിഷമിക്കുകയൊന്നും വേണ്ട, ഗീതാഞ്ജലി എത്താനാവുന്നതല്ലേ ഉള്ളൂ. ഇല്ല അവർണിക, ഗീതു വീട്ടിൽ നിന്ന് രാവിലെ തന്നെ പുറപ്പെട്ടതാ, ഇത്ര നേരമായിട്ടും ഇങ്ങോട്ട് എത്തിയിട്ടില്ല. സ്കൂട്ടർ എടുത്തുകൊണ്ട് പോകണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ അതിലാണ് പോയത്. അത് കേട്ടതും ആകെ ടെൻഷൻ അടിച്ച് നമ്മുടെ അവർണിക ചോദിക്കുക, അല്ല സാർ എന്തിനാ അതിന് ഇത്ര ടെൻഷൻ അടിക്കുന്നത്? എപ്പോഴും ഗീതാഞ്ജലി സ്കൂട്ടറിലല്ലേ വരുന്നത്, പിന്നെ എന്താ പ്രശ്നം? ആണ്, പക്ഷെ എന്നാലും അവളുടെ കാല് നേരെ റെഡി ആയിട്ടില്ല, അതിൻ്റെ ഒരു ടെൻഷനും പേടിയും എനിക്കുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് അങ്ങ് പോയി. ഗോവിന്ദ് പോയി കഴിഞ്ഞതും കിഷോർ, ഭർത്താവാണെങ്കിൽ വലിയൊരു ബിസിനസ്സുകാരൻ, പക്ഷെ ഭാര്യ ചെയ്യുന്നതോ
ആ ബിസിനസ്സുകാരൻ്റെ വില എന്താണെന്നറിയാതെ ആ ബിസിനസ്സുകാരനെ താഴ്ത്തി കെട്ടുന്ന സ്വഭാവം. അതെന്താ കിച്ചു നീ അങ്ങനെ പറഞ്ഞേ? അല്ല, ഭർത്താവ് കാറിൽ സഞ്ചരിക്കുമ്പോൾ ഭാര്യ സഞ്ചരിക്കുന്ന സ്കൂട്ടറിൽ, ഇതൊക്കെ ന്യായമാണോ? അതാണ് സാധാരണ ജീവിതം എന്ന് പറയുന്നത്. ഇത്രയൊക്കെ പണം ഉണ്ടായിട്ടും ഗീതാഞ്ജലിക്ക് ഒരഹങ്കാരവും ഇല്ല. അതാണ് ഇതിൻ്റെ അർത്ഥം എന്നൊക്കെ അവർണിക പറയുന്നുണ്ട്. പിന്നെ ഇതേ അഹങ്കാരം ഇല്ലാത്തതിൻ്റെ അല്ല, അവൾക്ക് അതിനേക്കാൾ മുകളിൽ ചിന്തിക്കാൻ കഴിയാത്തതിൻ്റെയാ. അത് കേട്ടതും കിച്ചു നീ ആരെക്കുറിച്ചാ ഈ പറയുന്നതിന് വല്ല ചിന്തയുണ്ടോ? നല്ല ചിന്തയുണ്ടോ വർണിക? നീ എന്തൊക്കെ പറഞ്ഞാലും അവരുടെ സ്നേഹം കണ്ടോ? ഗീതുവിനെ ഒന്ന് കാണാനില്ലെന്ന് അറിഞ്ഞപ്പോഴേക്കും ഗോവിന്ദ് സാറിന് എന്തൊരു സ്നേഹമാണ്. ഇങ്ങനെ വേണം ഭാര്യ ഭർത്താക്കന്മാരായ. ഗോവിന്ദ് സാറിൻ്റെ സ്നേഹം കണ്ട് എനിക്കൊരു സത്യം മനസ്സിലായി. എല്ലാവർക്കും ഇങ്ങനൊരു ഭാഗ്യം കിട്ടില്ല. സത്യം പറഞ്ഞ ഗീതാഞ്ജലി പുണ്യം ചെയ്തതാ. അതുകൊണ്ടാണ് ഗീതാഞ്ജലിക്ക് ഇത്രയും നല്ലൊരു ഭർത്താവിനെ കിട്ടിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർണിക അങ്ങ് പോവുകയാണ്. ഈ സമയം ഗീതു നമ്മുടെ വിജയലക്ഷ്മി മാഡത്തിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് ദൂരം ചെല്ലുമ്പോഴേക്കും ആ ടാക്സിക്കാർ മുന്നിൽ നിൽക്കുന്നു. മുന്നിൽ ടാക്സിക്കാർ കണ്ടതും ഗീതു ആദ്യം ഒന്ന് പതറി, ഒന്ന് പേടിച്ചു. അതിനുശേഷം ഗീതു സ്കൂട്ടറിൽ നിന്നും ഇറങ്ങിയപ്പോൾ കാറിൽ നിന്നും വന്നവരെ കണ്ട് ഗീതു ഞെട്ടിപ്പോയി. അയ്യേ, നിങ്ങളായിരുന്നോ ഈ കാറിനകത്ത്? അതെ, ഞങ്ങൾ തന്നെയായിരുന്നു എന്നും നമ്മുടെ ഭദ്രനും വിലാസിനെയും പറയുക. നിങ്ങളെന്തിനാ എൻ്റെ പിന്നാലെ വന്നത്? എൻ്റെ മോളെ, അരക്കൽ മുതൽ നിന്നെ ഞങ്ങൾ ഫോളോ ചെയ്യാൻ തുടങ്ങിയതാ. ഒരു കാര്യം ഞാൻ പറയാം, സ്കൂട്ടറിലാണ് നീ പോകുന്നത്. ഇത്രയും സ്പീഡായിട്ട് ഓടിച്ചാലേ എന്തായിത്തീരും അവസ്ഥ. അതുകൊണ്ട് ഇത്തിരിയൊക്കെ പതുക്കെ പോമോളെ, ഇത് എയറോപ്ലെയിൻ അല്ല, സ്കൂട്ടറാ എന്നൊക്കെ പറഞ്ഞ് വിലാസിനെ ഉപദേശിക്കുക. അല്ല, നിങ്ങളെന്തിനാ എൻ്റെ പിന്നാലെ കൂടിയത്? നിങ്ങളോട് അരക്കൽ ജോയിൻ ചെയ്യാൻ AJM ജോയിൻ ചെയ്യാൻ പറഞ്ഞതല്ലേ? ആണ്, പക്ഷേ ഒരു സെക്യൂരിറ്റിയും തൂപ്പുകാരിയൊക്കെ ആയിട്ട് ജോലി ചെയ്യാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് മോളെ. അതെന്താ വെച്ചാൽ അങ്ങനെ പറഞ്ഞത്? അല്ല, AJM ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ MDയുടെ അമ്മായിയച്ഛനും അമ്മായിയമ്മയായ ഞങ്ങൾ സെക്യൂരിറ്റിയും തൂപ്പുകാരിയൊക്കെ ആവുന്നത് ശരിയാണോ? നിങ്ങൾക്കൊരു ജോലി വേണമെന്ന് പറഞ്ഞു. അവിടെ പൊഴിഞ്ഞു കിടക്കുന്ന ജോലി ഇതാ, അതുകൊണ്ടാണ് അത് ചെയ്തോന്ന് പറഞ്ഞത്. അമ്മേ, ആ കമ്പനിയുടെ MD തന്നെ ആ കമ്പനി അടിച്ചു വാരിയാലും അത് നാണക്കേടായിട്ട് തോന്നരുത്. അത് നമ്മുടെ സ്വന്തം വീട് പോലെ കണ്ട് നമ്മളെല്ലാം ചെയ്തു തീർക്കണം. എന്നാലേ അങ്ങനെ പറ്റുള്ളൂ. എന്നാലും ശമ്പളം ഭയങ്കര കുറവല്ലേ മോളെ? തൊഴിലുറപ്പ് പണിക്ക് പോയാൽ പോലും ഇതിനേക്കാൾ കൂടുതൽ കിട്ടും. എന്നാൽ പിന്നെ തൊഴിലുറപ്പ് പണിക്ക് പോയിക്കോ, അല്ലാതെ ഇപ്പം ഞാൻ എന്ത് പറയാനാ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു സ്കൂട്ടറിൽ കയറി അങ്ങ് പോയി. ഗീതു പോയി കഴിയുതും ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഭദ്രേട്ടാ? ഇത്രയും നേരം നമ്മൾ കറങ്ങി ടാക്സിക്കാരൻ്റെ വാടക കൂടിയെന്നല്ലാതെ ഒരു ഉപകാരം ഉണ്ടായില്ലല്ലോ. അത് ശരിയാണല്ലോ വിലാസിനി, എന്താ ഇപ്പോൾ ചെയ്യുക എന്നൊക്കെ ഓർത്തുകൊണ്ട് ഭദ്രൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ടാക്സി ഡ്രൈവർ, അതേ ടാക്സിയുടെ വാടക തന്നിട്ട് പോകണം. അത് കേട്ടതും താനാദ്യം വണ്ടി എടുക്കടോ, നമുക്ക് മുനിസിപ്പാലിറ്റിയിലേക്കും അത് കഴിഞ്ഞ് എയർപോർട്ടിലേക്കും ഒന്ന് പോകണം. അപ്പോൾ ഡ്രൈവർ കാറിലേക്ക് കയറുക. അപ്പോൾ വിലാസിന് ചോദിക്കുക, അല്ല ഭദ്രേട്ടാ, മുനിസിപ്പാലിറ്റിയിൽ എന്തിനാണ് പോകുന്നത്? നിങ്ങൾക്ക് എന്താ കിറുക്കണ്ടോ, വട്ടാണോ എന്നും ചോദിക്കുകയാണ്. അത് കേട്ടതും എനിക്ക് കിറുക്കൊന്നും ഇല്ലടി വിലാസിനി, നമ്മൾ ഇതുവഴി ഈ കാറിൽ മുനിസിപ്പാലിറ്റിയിൽ പോയി ആ മുനിസിപ്പാലിറ്റിയുടെ പിന്നാമ്പുറത്തെ ഗേറ്റ് വഴി രക്ഷപ്പെടാം, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. എന്തായാലും ഇയാൾക്ക് വാടക കൊടുക്കുന്നതിനേക്കാൾ നല്ലത് അതല്ലേ? നമ്മൾ തിരിച്ചു വരുമെന്ന് വിചാരിച്ച് അവൻ കുറച്ചേരം അവിടെ കാത്തു നിൽക്കട്ടെ. അപ്പോൾ വിലാസിനി, എൻ്റെ ഭദ്രേട്ടനെ സമ്മതിക്കണം. ഒരു ഒന്നൊന്നര ബുദ്ധിയാണല്ലോ എൻ്റെ ഭദ്രേട്ടന്. കാറുകാരനെ എളുപ്പത്തിൽ ഒഴിവാക്കാൻ ഇത്രയും നല്ലൊരു മാർഗം ഞാൻ കരുതിയില്ല എന്നൊക്കെ പറയാണ്. അതാടി ഈ ഭദ്രൻ്റെ ബുദ്ധി എന്നൊക്കെ പറഞ്ഞ് വിലാസിനെയും ഭദ്രനും ഇങ്ങനെ കാറിലേക്ക് കയറി പോവുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഓഫീസിലെത്തിയ ഗീതുവിനോട് ഗോവിന്ദ് ദേഷ്യപ്പെടുക. എന്തായാലും എൻ്റെ ഗീതു, നീ ചെയ്തത് ഒട്ടും ശരിയായില്ല. എന്താ കണ്ണേട്ടാ, നിന്നോട് ഞാൻ പരമാവധി പറഞ്ഞതല്ലേ പഠിച്ച് എന്നിട്ടും നീ എന്തിനാ സ്കൂട്ടർ എടുത്തോണ്ട് എന്നെ തോപ്പിക്കാൻ അവിടെ നിന്ന് ഇറങ്ങി പുറപ്പെട്ടത്? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ സ്കൂട്ടറിൽ പോകരുതെന്ന്, ഒറ്റയ്ക്ക് പോകരുതെന്ന് പറഞ്ഞിട്ടും വന്ന വോയിസ് സന്ദേശം, അതായത് വോയിസ് റെക്കോർഡർ ഞാൻ കേൾപ്പിച്ച് തന്നിട്ടും നിനക്ക് എന്നെ വിശ്വാസമില്ലാതെ എന്നെ വെല്ലുവിളിക്കാൻ വേണ്ടി അല്ലേടി നീ ഇറങ്ങിപ്പോയത് എന്നൊക്കെ ചോദിക്കുകയാണ്. അത് കേട്ടതും നമ്മുടെ ഗീതു, കണ്ണേട്ട ഞാൻ ഒരാളെ കാണാനുണ്ട്, വേണ്ട നീ കൂടുതലൊന്നും പറയണ്ട, നിന്നോട് ഞാൻ പറഞ്ഞതാ പോകരുതെന്ന്. ഇത്രയും നേരം നിന്നെ കാണാത്തതിൻ്റെ ടെൻഷൻ മുഴുവനും ഞാൻ അനുഭവിച്ചു. നെഞ്ച് വരെ വേദനിക്കുന്നു. ഇപ്പോഴും ആ വേദന അങ്ങ് മാറിയിട്ടില്ല. എന്തൊരു വേദന എന്ന് പറയാം. അയ്യോ കണ്ണേട്ട, നെഞ്ച് വേദനയോ? ഇവിടെ ഇരിക്കുക കണ്ണേട്ട എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഗോവിന്ദനെ അവിടെ പിടിച്ചിരുത്തുക. എനിക്കിത്തിരി വെള്ളം താ. അപ്പോൾ ഗീതു വെള്ളം എടുത്തു കൊടുത്തു. അപ്പോൾ എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി, നിന്നെ ഒരു മിനിറ്റ് കണ്ടില്ലെങ്കിൽ എൻ്റെ ജീവിതം എങ്ങനെയായി മാറി മറിയുമെന്ന്. ഇനിയെങ്കിലും എൻ്റെ നെഞ്ചുവേദന കൂട്ടാതെ എവിടെയും പോകാതിരിക്കുക. കണ്ണേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ?
സത്യത്തിൽ എന്നെ കാണാതായപ്പോൾ കണ്ണേട്ടന് നല്ല സങ്കടമായോ? ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണോ എന്നോട് അത്രയ്ക്ക് ഇഷ്ടമാണ് എന്നും ഗീതു ആകാംക്ഷയോടെ ചോദിക്കുക. അത് കേട്ടതും അയ്യേടാ നിന്നോടോ? എനിക്കോ? എനിക്ക് നിന്നോട് ഇഷ്ടമുള്ളതുകൊണ്ടൊന്നല്ല. നിന്നെ എങ്ങാനും കാണാതായി നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പാവം എൻ്റെ രാധികാമ്മ അവർ കുറ്റമേറ്റെടുക്കേണ്ടി വരുമല്ലോ. അതുമല്ല എൻ്റെ രാധികാമ്മ ഇതിന് ശിക്ഷ അനുഭവിക്കേണ്ടിയും വരും. ആ ഒരു പേടി കൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ സംരക്ഷിക്കുന്നത്, അല്ലാതെ നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. ഒന്ന് പൊടി എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് അങ്ങ് പോവുക. ഞാൻ കരുതി എന്നോടുള്ള സ്നേഹം കൊണ്ട് എങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. എന്തായാലും ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ പോയാൽ അങ്ങേരുടെ രണ്ടാനമ്മയ്ക്ക് ഞാൻ വിഷം കൊടുത്ത് കൊല്ലും എന്നും പറഞ്ഞ് ഗീതു ആലോചിച്ചുകൊണ്ടിരിക്കുക. ഈ സമയം അജാസിനെയാണ് കാണിക്കുന്നത്. അജാസിനോട് നമ്മുടെ ഗോവിന്ദ് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് വിളിക്കണം. അജാസ്, എനിക്ക് തന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇത് ഓഫീസ് കാര്യങ്ങളല്ല, എൻ്റെ പേഴ്സണൽ കാര്യങ്ങളാണ്. എന്താണ് സാർ? എന്താണെങ്കിലും പറഞ്ഞോ സാർ, ധൈര്യമായിട്ട് പറ. എന്താ സാറിന് പറയാനുള്ളത്? അത് ഗീതാഞ്ജലിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഗീതുവിനെക്കുറിച്ച് ചില കാര്യങ്ങൾ എനിക്ക് അജാസിനോട് തുറന്നു പറയണം. ഈ കാര്യം നമ്മൾ രണ്ടുപേരും അല്ലാതെ മറ്റാരും അറിയാനും പാടില്ല. എന്താ സാർ? എന്താണെങ്കിലും എന്നോട് തുറന്നു പറഞ്ഞോ. അത് കേട്ടതും ഗോവിന്ദ്, അതെ, ഗീതുവിൻ്റെ ജീവന് ഭീഷണിയുണ്ട്. അപ്പം അജാസ്, ഭീഷണി കൊടുത്തത് ഞങ്ങളാണല്ലോ എന്ന് മനസ്സിലിങ്ങനെ പറയുക. അയ്യോ, എന്നിട്ട് സാർ? ഞാൻ എത്ര പറഞ്ഞാലും അവളത് കേൾക്കില്ല. അവൾക്ക് വിശ്വാസവും ഇല്ല. അതുകൊണ്ട് ഗീതുവിൻ്റെ സംരക്ഷണം അജാസ് ഏറ്റെടുക്കണം. അപ്പോൾ അജാസ് ഞെട്ടിപ്പോയി. സാർ, സാറിനെ സംരക്ഷിക്കാനാണ് രാധിക മാം എന്നെ നിർത്തിയിരിക്കുന്നത്. ഞാനെങ്ങനെയാണ് ഗീതുവിനെ സംരക്ഷിക്കുന്നത്? എന്നെ സംരക്ഷിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. എൻ്റെ കാര്യം സംരക്ഷിക്കാനും എന്നെ നോക്കാനും എനിക്കറിയാം. പക്ഷേ ഗീതുവിന് ഒരാളുടെ ആവശ്യം എപ്പോഴും ഉണ്ട്. ഗീതു എവിടെ പോയാലും ഗീതു അറിയാതെ അജാസ് ഗീതുവിനെ പിന്തുടരണം. ഗീതുവിന് ഒരാപത്ത് സംഭവിക്കരുത് കേട്ടോ. അത് കേട്ടതും ശരി സാർ, സാറിൻ്റെ വിശ്വസ്തനായ ഞാൻ സാറിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ്. എന്തായാലും ഗീതാഞ്ജലിയുടെ ജീവൻ ഒരാപത്തും സംഭവിക്കില്ല, അതിന് ഞാൻ ഗ്യാരണ്ടി എന്നും അജാസ്. അത് കേട്ടതും ഗോവിന്ദ്, മതി, എനിക്ക് ഇത്രയും കേട്ടാൽ മതി. വിശ്വാസ അജാസിനെ ഒരുപാട് വിശ്വാസ. അജാസിനേക്കാൾ കൂടുതൽ ഞാൻ ആരെയും ഇവിടെ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ ജോലി അജാസിനെ ഏൽപ്പിച്ചത്. അറിയാലോ, ഗീതുവിന് ഒരാപത്ത് സംഭവിക്കരുത്. ഇല്ല സാർ, സാറ് ധൈര്യമായിട്ടിരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് കൈ കൊടുക്കുക. അതിനുശേഷം അജാസ് പറയാം, സാറ് പറഞ്ഞല്ലോ ഗീതുവിന് ഒരു പോറൽ പോലും ഏറ്റാൽ അതിന് ഉത്തരവാദി ഞാനാണെന്നും. എന്നാ കേട്ടോ, അങ്ങനെ ഗീതുവിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഉറപ്പായിട്ടും സാറിന് പിന്നെ എന്നോടൊന്നും ചോദിക്കേണ്ടി വരില്ല. അങ്ങനെ ചോദിക്കാൻ ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കില്ല. കാരണം സാറിന് തന്ന വാക്ക് തെറ്റിക്കേണ്ടി വന്നാൽ ഞാനും ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോകും. ഇതെൻ്റെ വാക്ക് എന്നും പറഞ്ഞുകൊണ്ട് അജാസ് ഗോവിന്ദന് വാക്ക് കൊടുക്കുക. അപ്പോൾ ഗോവിന്ദ് ഭയങ്കര സന്തോഷത്തോടെ അജാസിനെ ചേർത്ത് പിടിച്ചിട്ട് അങ്ങോട്ട് പോവുകയാണ്. ഈ സമയം അജാസും പുറത്തേക്ക് പോയി. എന്നിട്ട് ആലോചിക്കുകയാണ്, വേട്ടക്കാരനെ തന്നെ സംരക്ഷകനായി ഏൽപ്പിച്ചു ഗോവിന്ദ് സാറ്. ഇനി മുതൽ ഗീതുവിൻ്റെ സംരക്ഷകൻ ഞാനായിരിക്കും. ഇത്രയും നാളും ഗീതുവിനെ കൊല്ലാൻ നടന്ന ഞാൻ ഇനി ഗീതുവിനെ സംരക്ഷിക്കേണ്ടി വരും. ഗോവിന്ദ് സാറിന് കൊടുത്ത വാക്ക് ഞാൻ പാലിക്കും. ഗീതാഞ്ജലിക്ക് ഒരു പോറൽ പോലും ഏൽക്കാൻ ഞാൻ അനുവദിക്കില്ല. അതിന് ഗോവിന്ദ് സാറിന് ഞാൻ കൊടുത്ത വാക്ക് ഞാൻ മൊത്തത്തിൽ അങ്ങ് പാലിക്കും. ഇന്ന് മുതൽ അല്ല, അടുത്ത നിമിഷം മുതൽ എൻ്റെ ശത്രുക്കളെല്ലാം എൻ്റെ മിത്രങ്ങളാവും, എൻ്റെ മിത്രങ്ങളെല്ലാം എൻ്റെ ശത്രുക്കളും. അതായത് ഗീതുവിനെ കൊല്ലാൻ തുനിഞ്ഞിറങ്ങുന്നവർ ഇനി എൻ്റെ ശത്രുക്കൾ മാത്രമാണ് എന്നും പറഞ്ഞുകൊണ്ട് ആലോചിച്ചുകൊണ്ട് അജാസും ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയം അവർണകയാണ് കാണിക്കുന്നത്. എന്നാലും എൻ്റെ ഗീതാഞ്ജലിയെ കണ്ടില്ല എന്നും പറഞ്ഞ് ഗോവിന്ദ് സാർ അനുഭവിച്ച ആ ഒരു വിഷമമുണ്ടല്ലോ, ഞങ്ങളെ അത് കണ്ടുള്ളൂ. അത് കേട്ടതും അത്രയ്ക്ക് വിഷമമായിരുന്നോ? പിന്നെ ഗീതാഞ്ജലിയെ കാണാനില്ല, ഇങ്ങോട്ട് വന്നോ? എന്താ വരാത്തത്? കാലിന് നല്ല വേദന മാറിയിട്ടില്ല, എന്നിട്ട് സ്കൂട്ടർ എടുത്തോണ്ട് പോയി. എന്തൊക്കെയാ പറഞ്ഞെന്നറിയാമോ? സത്യം പറഞ്ഞാൽ ഇത്രയും സ്നേഹമുള്ളൊരു ഭർത്താവിനെ കിട്ടിയതിൽ ഗീതാഞ്ജലി പുണ്യം ചെയ്യണം എന്നൊക്കെ പറയുകയാണ്. അതെ അവർണിക, അത് ഞാൻ ചെയ്ത പുണ്യ കണ്ണേട്ടൻ എൻ്റെ ഭർത്താവായി വന്നത്. പിന്നെ ഇതൊക്കെ കണ്ടപ്പോൾ കിച്ചു കുറച്ച് ഇതായിട്ടാണ് സംസാരിച്ചത്. അത് പിന്നെ കുറ്റമൊന്നുമല്ല. പിന്നെ നിങ്ങളുടെ ഇതിനെക്കുറിച്ചാണ് പറഞ്ഞത്. എന്തിനെക്കുറിച്ച്? അത് ഗീതാഞ്ജലിക്ക് ഒരു മാനേഴ്സ് ഇല്ലയെന്നും ഭർത്താവിനോട് സ്നേഹമില്ലയെന്നും അതുകൊണ്ടാണ് ഇത്രയും വലിയ ബിസിനസ്സുകാരനായ ആളെ നാണം കെടുത്താൻ വേണ്ടിയാണ് സ്കൂട്ടറിൽ വരുന്നതെന്നൊക്കെ. ഗീതാഞ്ജലിക്ക് കാറിൽ വന്നൂടെ? അപ്പോഴേക്കും കിഷോർ അങ്ങ് വരിക. ആ ദേഷ്യം മുഴുവനും ഗീതു കിഷോറിനോട് ചോദിക്കണം, അല്ല സോഫ്റ്റ്വെയറിൻ്റെ പ്രോബ്ലംസ് മാറ്റാൻ പറഞ്ഞിട്ട് കിഷോർ അത് റെഡിയാക്കിയോ? ഇല്ല മാഡം, അതിന് കഴിഞ്ഞില്ല, ഒരു ദിവസത്തെ അവധിയും കൂടെ വേണം. എന്താ അവർണിക ഇത്? ഇന്നത്തോടെ എല്ലാം തീർക്കാമെന്ന് പറഞ്ഞിട്ട് എന്താ നിങ്ങളിങ്ങനെ? കമ്പനിക്ക് തൻ്റെ കിച്ചുവിനോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. ഇന്നത്തോടെ എല്ലാം റെഡിയാക്കിയില്ലെങ്കിൽ
ഞങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും, മറ്റ് സോഫ്റ്റ്വെയർ ആൾക്കാരെ കണ്ടുപിടിക്കേണ്ടി വരും. സോറി ഗീതാഞ്ജലി, ഞങ്ങളെല്ലാം ശരിയാക്കിയതാ, പക്ഷെ ചെറിയ ചില ഇഷ്യൂസും കൂടി ഉണ്ട്, അത് പരിഹരിക്കാൻ നാളെ സമയം തരണം. സോറി, ഞായറാഴ്ച ഇവിടെ വർക്കില്ല. ഞങ്ങളിത് ഓൺലൈനായിട്ട് ചെയ്ത് തീർത്തോളാം മാഡം എന്നും കിഷോർ അത് കേട്ടതും അതെ, ഞങ്ങൾ കിച്ചുവിൻ്റെ വീട്ടിൽ താമസിക്കുന്നതുകൊണ്ട് അതൊരു പട്ടിക്കാടാ ഗീതു, എന്ത് ചെയ്യാനാ, അവിടെ നെറ്റ്വർക്കൊന്നുമില്ല. എന്നാൽ പിന്നെ നിങ്ങൾ അറക്കലിലേക്ക് പോര്. സോറി മാഡം, എനിക്ക് എൻ്റെ സ്വന്തം പ്രൈവസിയിലിരുന്ന് ജോലി ചെയ്യണം എന്ന് കിഷോർ. നിങ്ങൾക്ക് എല്ലാ സൗകര്യവും ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി അറക്കലിലേക്ക് വരാൻ പറഞ്ഞത്, ഇനി നിങ്ങളുടെ ഇഷ്ടം. പിന്നെ തിങ്കളാഴ്ചക്കുള്ളിൽ കിട്ടിയില്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും. അത് കേട്ടതും അവർണിക, ഗീതാഞ്ജലി വിഷമിക്കേണ്ട, കിഷോറും ഞാനും ഉറപ്പായിട്ടും നാളെ അറക്കലെത്തിയിരിക്കും എന്നും അവർണിക വാക്ക് കൊടുത്തിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. അതെ, അവർണിക വാക്ക് കൊടുത്താൽ പിന്നെ കിഷോറിന് എതിർത്തൊന്നും പറയാൻ പറ്റില്ല. അതുപോലൊരു ഭാര്യയല്ലേ കിഷോറിന് കിട്ടിയിരിക്കുന്നത്. ഇനി കിഷോർ അറക്കല്ല് കിടന്ന് തേച്ചരയ്ക്കപ്പെടേണ്ടി വരും. അങ്ങനെ ഒരു അവസ്ഥയാണ് ഇനി കിഷോറിന് വരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനി കിഷോർ അറക്കലിലെത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത് അല്ലേ? കിഷോറിനെ ചവിട്ടി അരച്ച് തേച്ച് കലക്കി കുടിക്കാനുള്ള ദേഷ്യം ഗീതുവിനുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗീതു ചെയ്യുന്നത് കാണാൻ കാത്തിരിക്കുന്നവർ ഉറപ്പായിട്ടും മിസ് ചെയ്യാതെ തന്നെ എപ്പിസോഡിനായി കാത്തിരിക്കുക. അതേ പ്രേക്ഷകരെ, ഇനി വരാൻ പോകുന്നതാണ് അത്യുഗ്രൻ വിശേഷം. അജാസും രാധികയും ഇനി നേർക്ക് നേർ ശത്രു. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.